നാടിനെയാകെ ഭീതിയിലാക്കി. വയനാട്ടിൽ സ്ത്രീയെ ആക്രമിച്ചു കൊന്നു. കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള വിവരം അത് അല്പസമയം മുൻപ് തന്നെ മന്ത്രി പ്രഖ്യാപിച്ചതാണ്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം കടുവയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടുകയായിരുന്നു. നാട്ടുകാർ പ്രദേശത്ത് വലിയ പ്രതിഷേധമുയർത്തി. മാനന്തവാടി പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കാപ്പി പറിക്കാൻ പോയ രാധയെയാണ് കടുവ കൊന്നത്. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു ഈ സംഭവം. കടുവ ഭക്ഷിച്ച നിലയിൽ തണ്ടർ ബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണിയുടെ ബന്ധുവാണ് മരിച്ച രാധ. മിന്നുമണി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞെട്ടൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള നടപടി ഉണ്ടാകണം, അടിയന്തര നടപടി ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് മിന്നുമണി ആവശ്യപ്പെടുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അഭിജിത്തും സുർജിത്തും തത്സമയങ്ങളുമായുണ്ട്. അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ്. അഭിജിത്ത്, ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നുണ്ടോ? ഈ കടുവയെ വീണ്ടും കണ്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു നാട്ടുകാർ. ഏത് തരത്തിൽ പരിശോധന നടക്കുന്നു? മറ്റൊന്ന്, ഇവിടെ RRT സംഘത്തിൻ്റെയൊക്കെ പെട്രോളിംഗ് അടിയന്തരമായി തന്നെ നടപ്പിലാക്കുമെന്ന ഉറപ്പ് അത് പാലിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായും അനുജ, നമ്മളിപ്പോൾ ആ പ്രദേശത്ത് നിന്ന് അല്പം ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അവിടെ RRT സംഘം ഉൾപ്പെടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പരിശോധന നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം ഉണ്ടായതിന് മീറ്ററുകൾ മാത്രം ഇപ്പുറമുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ ഈ വീട്ടിലെ ചേച്ചിയുണ്ട്. ചേച്ചി, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? അതെ അതെ, ഒരുപാട് പേടിയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിയിലല്ലേ. ഈ സാധാരണ അവിടേക്ക് ഈ ആൾക്കാരൊക്കെ ജോലിക്കായി പോകുന്ന ഒരു പ്രദേശം കൂടിയല്ലേ അവിടെ ഈ രീതിയിൽ ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഇതിന്റെ മുന്നേ ഇവിടെ ഇല്ല, കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെണ്ണുങ്ങളെ ആന കൊന്നില്ലേ, അത് കുറച്ച് അങ്ങോട്ടേക്കാണ്. പിന്നെ ഈ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെയായിട്ട് അങ്ങനെ ഇതുവരെ ആനയൊക്കെ വരാറുണ്ട്, നമ്മുടെ പറമ്പിൽ കൂടെ ആന വരാറുണ്ട്. പിന്നെ ഇനി കടുവേനെ ആദ്യമായിട്ടാണ് കണ്ട. അതിന് മുന്നേ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പാടൊക്കെ ചവിട്ടിയ പാടൊക്കെ കാണാറുണ്ട് ഞങ്ങളുടെ പറമ്പിൽ കൂടെയൊക്കെ മഴയത്തൊക്കെ. പക്ഷെ ഇപ്പം കാണില്ലല്ലോ വേനൽക്കാലത്ത്. അങ്ങനെ ഒരു പേടിയുണ്ട്. എന്നാലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനൊക്കെ ഒരു പേടിയപ്പോൾ. ഞാൻ ചോദിച്ചത്, കൂടുതൽ ആൾക്കാരൊക്കെ എത്തുന്ന ഒരു സ്ഥലം കൂടിയല്ലേ അത്? ഈ രാധയെ കടുവ കൊണ്ടുപോയ ആ സ്ഥലം, അവിടെ ജോലിക്കായൊക്കെ കൂടുതൽ പേരൊക്കെ രാവിലെകളിലൊക്കെ എത്തുന്ന ഒരു പ്രദേശമാണോ അത്? അല്ല എത്തുന്ന അവർ പിന്നെ ചിലപ്പോഴൊക്കെ അത് കൂടെ വരാറുള്ളൂ. പിന്നെ വിറകിന് പോകുന്ന ആൾക്കാർ വരാറുണ്ട്. അല്ലാതെ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇത് കൂടെ വരാറുണ്ട്. പിന്നെ വല്ലപ്പോഴൊക്കെ അതിൽ കൂടെ ആൾക്കാർ വരാറുള്ളൂ. ഇപ്പോൾ പെൻസിങ് കൊള്ളുകൊണ്ട് ഷോക്കുള്ളതല്ലേ, അതിൽ കൂടെ അങ്ങനെ ആരും വരില്ല. പിന്നെ ആന ഒരുപാട് സമയങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ അധികം വരത്തില്ല, വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. ഏതായാലും ഈ ചേച്ചിയുടെ വീടിന് മീറ്ററുകൾ മാത്രം അകലെയാണ് ഈ സംഭവം നടന്നത്. അതിൻ്റെ ഒരു ആശങ്ക അവർക്കുണ്ട്, അതിൻ്റെ ഒരു ഭയം അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണുകയും ചെയ്യാം. അനുജ ആദ്യം ചോദിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. RRT സംഘത്തിൻ്റെ ഒരു പരിശോധന, അതിൻ്റെ ഒരു അവർ ഇവിടേക്ക് എത്തുകയും ആ രീതിയിലുള്ള പരിശോധനയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു ടീം ഇവിടേക്ക് എത്തിയിരുന്നു. ആ സംഭവം നടന്ന പ്രദേശത്ത് അവർ പരിശോധന നടത്തുന്നു. അതിനുശേഷം അല്പം ഉള്ളിലേക്ക് അവർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ കൂട് ഇവിടേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തയും അതാണ്. ഈ സ്ഥാപിക്കേണ്ട, കടുവയെ പിടികൂടുന്നതിനായി സ്ഥാപിക്കേണ്ട കൂട് നിലവിൽ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് അല്പസമയം കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആ സംഭവം നടന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഊർജിതമായ നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും വേഗത്തിൽ തന്നെ ഈ കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രാത്രി വൈകിയാൽ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അത് ദുഷ്കരമായി മാറുകയും ചെയ്യും. ഏറ്റവും അടിയന്തരമായി ഈ കടുവയെ സ്പോട്ട് ചെയ്യുക, അതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരാവശ്യം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ്. അതിൻ്റെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് നേരത്തെ പ്രിയദർശിനി എസ്റ്റേറ്റിലും. ഒപ്പം ഈ മന്ത്രി OR കേളുവിൻ്റെ മുന്നിലൊക്കെ ആ രീതിയിലുള്ള പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ പ്രതിഷേധത്തിന് ഒരു അയവ് വന്നത് മന്ത്രിയുടെ ചില വാഗ്ദാനങ്ങൾ കാരണമാണ്. ആ വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കടുവയെ, ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇപ്പം വനം വകുപ്പ് കടക്കുന്നു. അധികൃതർ, ഉദ്യോഗസ്ഥരൊക്കെ തന്നെ കടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഈ കടുവയെ പിടികൂടുന്നതിനായി എത്തിച്ച കൂടാണിത്. ഈ കൂട് ആ പ്രദേശത്തേക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ ആക്രമണങ്ങൾ, കൂടുതൽ വന്യജീവി ശല്യം ഈ മേഖലയിലേക്ക് ഉണ്ടാകാൻ വേണ്ട നടപടികൾ കൂടി ഉണ്ടാവുക. അതും നാട്ടുകാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. നേരത്തെ ആ ചേച്ചി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്.
കടുവയുടെ ആക്രമണത്തിലുപരി മറ്റ് ഈ കാട്ടാനയുടെയൊക്കെ ആക്രമണം നേരത്തെ ഈ പ്രദേശത്തുകാർ അനുഭവിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അപ്പോൾ ആ രീതിയിൽ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക, അതിൽ അത്തരം കാര്യങ്ങൾ കൂടി ഏറ്റവും വേഗത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഈ പ്രദേശത്തെത്തിയിരുന്നു. അവിടെ നിന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ അല്പം ഇപ്പുറത്തേക്ക് മാറി നിന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും സമയത്തിന് മുൻപ് തന്നെ വീണ്ടും ഈ കടുവയെ കണ്ടു എന്നുള്ള കാര്യം ഈ നാട്ടുകാർ തന്നെ പറയുന്നു. ഒരു 3 അംഗ സംഘം അവർ ഈ രാധയെ കാണാതായതിന് തൊട്ടപ്പുറത്തേക്ക് എത്തിയതാണ്. അവിടെ വെച്ച് അവർ വീണ്ടും കടുവയെ കണ്ടു. കടുവ ഇരുന്ന നിലയിലായിരുന്നു. ഇവരെ കണ്ടപ്പോൾ കടുവ എഴുന്നേറ്റ് നിന്നു. പിന്നീട് അതിൻ്റെ ശബ്ദം കേട്ടാണ് ഇവർ ഭയന്ന് പിന്തിരിഞ്ഞോടിയത് എന്നും അവിടെ ഈ കടുവയെ കണ്ടവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ ഈ കടുവയെ മയക്കുവെടി വെക്കുക, അല്ലെങ്കിൽ വെടിവെച്ച് അതിനെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് ഇനി മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ട ഉറപ്പ്, അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി മുന്നിലുള്ളത് നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, അഭിജിത്ത്, ഇന്നിപ്പോൾ ഈ രാത്രിയൊക്കെ എന്താണ് അവിടെ? ഇപ്പോൾ വൈകുന്നേരമാകുന്നു, 4 മണി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഇരുട്ട് വീഴുമെന്ന് നേരത്തെ സുർജിത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവിടെ തുടരാനാണോ ഈ സംഘത്തിന്റെ തീരുമാനം? എങ്ങനെയാകും ഇന്ന് രാത്രിയിലത്തെ ഓപ്പറേഷൻ? അനുജ, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്ത നടപടി ഈ കൂട് അവിടെ സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. രാത്രി വൈകിയാൽ ഈ നടപടികൾ, ഈ കടുവയെ പിടികൂടുന്നത്, സ്പോട്ട് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ദുഷ്കരമാകും. പക്ഷേ അപ്പോഴും ഈ ഉദ്യോഗസ്ഥരുടെ, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, RRT സംഘത്തിൻ്റെ ഒക്കെ ഒരു കാവൽ ഈ മേഖലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഈ കടുവകളൊക്കെ പുറത്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഈ രാത്രികാലങ്ങളിലൊക്കെ ഇത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഈ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ച് വളരെ ഭീതിപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യത്യാസം, വളരെ ദൂരം ഈ മേഖലയും ഈ രാധയെ പിടിച്ച മേഖലയും ഒപ്പം തന്നെ ഈ ജനവാസ കേന്ദ്രവും തമ്മിലില്ല. അതിനാൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക, കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുകയും ചെയ്യാം, കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നുമുണ്ട്.